നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. അതിരപ്പള്ളി വെട്ടിക്കുഴി ഭാഗത്ത് ആനമല കൂട്ടുകൃഷി സ്വയം സഹായ സംഘത്തിന്റെ കൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കഴിഞ്ഞ 4 ദിവസമായി കാട്ടാനക്കൂട്ടം രാത്രിയിൽ കൃഷി സ്ഥലത്ത് കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുന്നു. റോഡിൽ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് KSRTC ബസിന് കുറുകെ കാർ നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുകയും താക്കോൽ ഊരിക്കൊണ്ടുപോവുകയും ചെയ്ത സംഭവത്തിൽ 3 പേരെ പോലീസ് പിടികൂടി. ഡ്രൈവറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസ്. ആലപ്പനങ്ങാട് സാഹിബ് ജുമാ മസ്ജിദ് നടപ്പാക്കുന്ന ഭവനരഹിതരില്ലാത്ത മഹൽ എന്ന പദ്ധതിയുടെ 6ാമത്തെ വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. ചെയർമാൻ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ അസീസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി വെട്ടിക്കുഴി നല്ല ഭൂമി ഭാഗത്ത് ആനമല കൂട്ടുകൃഷി സ്വയം സഹായ സംഘത്തിന്റെ കൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കഴിഞ്ഞ 4 ദിവസമായി ഈ പ്രദേശത്തെത്തി കാട്ടാനക്കൂട്ടം രാത്രിയിൽ കൃഷിസ്ഥലത്തെത്തി തെങ്ങ്, കവുങ്ങ്, റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ തുടങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. 160ഓളം ഏക്കർ ഭൂമിയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. കാട്ടാനകളുടെ ശല്യം മൂലം പ്രദേശവാസികൾക്കും രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഉണ്ടായ വാഴ പറിച്ച് കൊണ്ടുപോയി റോട്ടിലിട്ട് തിന്നുകൊണ്ട് പിന്നെ എൻ്റെ ആങ്ങളയുടെ പറമ്പിലേക്ക് അങ്ങോട്ട് കടക്കാണ്. ഇവിടെ തൊട്ട് തന്നെയാണ്. അങ്ങോട്ട് കടന്ന വഴി ഞങ്ങൾ ടോർച്ച് അടിച്ച് ഒച്ചയെടുത്തപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ ആ പോക്ക് എല്ലായിടത്തും ഇത് തന്നെയാണ്. 1 ആന, 2 ആന, 5 ആന വെച്ചൊക്കെ കൂട്ടമായിട്ടും പിന്നെ ഒരു ഒറ്റാൻ വരും. പിന്നെ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് ഞങ്ങളുടെ അപ്പുറത്ത് പണ്ടാരമ്പാറ ഒരു പെണ്ണിൻ്റെ വീട് പോയാൻ. അവളുടെ ആങ്ങളയുടെ സ്ഥലം തന്നെയാണ്. അത് ആന കുത്തി മറച്ചിട്ട് തെങ്ങിൻ്റെ അലച്ചിൽ കേട്ടപ്പോഴാണ് ഇവർ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. വിരുന്നുകാരൊക്കെ ഒന്നുണ്ടായി. അപ്പോൾ ഇവർ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. ഒരിത്തിരി സ്ഥലം വ്യത്യാസമുള്ളവരുടെ പെര അല്ലെങ്കിൽ പോയാനെ. റോഡിൽ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് KSRTC ബസിന് കുറുകെ കാർ നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുകയും താക്കോൽ ഊരിക്കൊണ്ടുപോവുകയും ചെയ്ത സംഭവത്തിൽ 3 പേരെ പോലീസ് പിടികൂടി. തുറവൂർ കിടങ്ങൂർ കവരപ്പറമ്പിൽ എബിൻ, അങ്കമാലി പീച്ചാനിക്കാട് പറമ്പി വീട്ടിൽ ഷിൻഡോ വർഗീസ്, കറുകുറ്റി കരയാമ്പറമ്പ് പുളിയനം വീട്ടിൽ ബെൽജോ എന്നിവരെയാണ് അങ്കമാലിയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ഡിസംബർ 26 രാത്രി 11:45 ചാലക്കുടി സൗത്ത് ഫ്ലൈ ഓവറിന് സമീപം സർവീസ് റോഡിലായിരുന്നു സംഭവം. സൂപ്പർഫാസ്റ്റ് ബസ് ഓടിച്ചു വന്ന ഇടുക്കി തൊടുപുഴ തൊട്ടിപ്പറമ്പിൽ അബ്ദുൾ ഷുക്കൂറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിന് ബസ് സൈഡ് കൊടുത്തില്ലെന്ന വിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ബസിന് കുറുകെ കാർ വട്ടം വെച്ച് തടഞ്ഞ പ്രതികൾ ഡ്രൈവർ അബ്ദുൾ ഷുക്കൂറിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നു. തുടർന്ന് ബസിന്റെ താക്കോൽ ബലമായി ഊരിക്കൊണ്ടുപോയി. തുറവൂർ കിടങ്ങൂർ കവരപ്പറമ്പിൽ എബിൻ, അങ്കമാലി പീച്ചാനിക്കാട് പറമ്പി വീട്ടിൽ ഷിൻഡോ വർഗീസ്, കറുകുറ്റി കരയാമ്പറമ്പ് പുളിയനം വീട്ടിൽ ബെൽജോ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡ്രൈവറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ബസിന്റെ ട്രിപ്പ് മുടക്കിയതിനുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ചാലക്കുടി ഡിവൈഎസ്പി VK രാജു, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ അജിത്, ലാലു, ഉണ്ണികൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത് കുമാർ, സിവിൽ പോലീസ് ഓഫീസർ ജിജോ പടിക്കല എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. പുതിയ ഹൈവേ റോഡിന്റെ അപാകതകൾ ഉടൻ പരിഹരിക്കുക, കോട്ടപ്പുറം ഭാഗത്തേക്കുള്ള റോഡ് ടാറിംഗ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി LDF കോട്ടപ്പുറം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പുറം ടോൾ പരിസരത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPIM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KS കൈസാബ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. 2 കമ്പനികളാണ് ഇവിടുത്തെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓറിയന്റൽ കമ്പനിയും ഒന്ന് ശിവാലയ കമ്പനിയും. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് കോട്ടപ്പുറം മുസ്ലിംസ് പൈതൃക പദ്ധതി, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ചർച്ചാണ് കോട്ടപ്പുറം ചർച്ച്. അതുപോലെ തന്നെ അവിടുത്തെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം സെൻറ് ആൻഡ്രൂസ് സ്കൂള്, അതുപോലെ തന്നെ അവിടെ വിന്നേഴ്സ് ടൂറിസം സെൻറ്റർ, അതിന് കോട്ടപ്പുറം മാർക്കറ്റ്, കേരളത്തിലെ മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ്. നിരവധിയായിട്ട് ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ഈ കോട്ടപ്പുറം ടോളിൻ്റെ പ്രദേശം. അവിടെ കൃത്യമായി പണി ചെയ്ത ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കാതെ ആ റോഡ് പൊളിച്ചിട്ടുകൊണ്ട് തൊട്ടപ്പുറം നിർമ്മാണ പ്രവർത്തനം നടത്തുകയാണ്. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടുത്തെ ഷൈബി ജോസഫ് ഉൾപ്പെടെ ആളുകൾ കൊടുത്ത വാക്കാണ്, റസാഖ് ഉൾപ്പെടെ ആളുകൾ കൊടുത്ത വാക്കാണ്, ഈ പ്രദേശത്തെ റോഡ് സഞ്ചാരയോഗ്യമാക്കണം. ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുകയാണ്, ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണം. പക്ഷേ കമ്പനിക്കാർ തയ്യാറാവുന്നില്ല. കോട്ടപ്പുറം വാർഡ് കൗൺസിലർ ഷൈബി ജോസഫ് അധ്യക്ഷത വഹിച്ചു.
CPI കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി അംഗം OC ജോസഫ്, CS റസാഖ്, PA ഷബീർ എന്നിവർ സംസാരിച്ചു. ആല പനങ്ങാട് സാഹിബ് ജുമാ മസ്ജിദ് ജമാഅത്ത് മഹല്ല് കമ്മിറ്റി നടപ്പാക്കുന്ന ഭവനരഹിതർ ഇല്ലാത്ത മഹൽ എന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിലെ 6ാമത്തെ വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. ചെയർമാൻ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ അസീസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് കണ്ണാങ്കുളത്ത് അധ്യക്ഷത വഹിച്ചു. മഹല്ല് ചീഫ് ഇമാം മുഹമ്മദ് മിദ്ലാജ് ജലാലി, അഷ്റഫ് TK ഹമീദ് ഹാജി വൈപ്പിപ്പാടത്ത്, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ, അബുദാബി, ദുബായ്, ഖത്തർ, മറ്റ് GCCയിലെ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. കൊടുക്കുക എന്നുള്ളത് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഇത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ള കാര്യമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം വലിയ സൽക്കർമ്മമാണ് ഇത്തരത്തിലുള്ള ഓരോരുത്തർക്കും ആശ്വാസം പകരുന്ന പദ്ധതികൾ. അൽഹംദുലില്ലാഹ് അതിന് നേതൃത്വം കൊടുക്കുന്ന മഹല്ല് കമ്മിറ്റിക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതേപോലെ ഈ മഹത്തായ സംരംഭത്തോട് സഹകരിച്ചുകൊണ്ട് ഇതിനു വേണ്ട എല്ലാ ഒത്താശകളും സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടിലും വിദേശത്തുമുള്ള ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലവും ഖൈറും ബറക്കത്തും ഇസ്സത്തും സന്തോഷവും സമാധാനവും നൽകട്ടെ. മാള അണ്ണല്ലൂർ അനുപമ വയോജന ക്ലബ്ബ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ബിന്ദേച്ചിയെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വേദിയിരിക്കുന്ന എല്ലാവരും ഞാൻ നേരത്തെ അറിയും. കാരണം ഞാൻ നേരത്തെ മെമ്പറായിരുന്നു. അപ്പോൾ എനിക്ക് വയോജന ക്ലബ്ബായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് അറിയും. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മാതാപിതാക്കളുടെ കാര്യം ഇപ്പോൾ അജയകുമാറായിട്ടാണ് പറയും, എന്ത് കിട്ടും, എന്ത് ലഭിക്കും എന്നുള്ളതല്ല നമുക്കിവിടെ പ്രസക്തി. നമുക്കുള്ള പ്രസക്തി എന്ന് വെച്ചാൽ കുറച്ച് സമയം നമ്മൾ ഒത്തൊരുമിച്ച് നമ്മുടെ കുടുംബത്തിലെ പ്രയാസങ്ങളിൽ നിന്നും കുറച്ച് ഒഴിഞ്ഞു നിന്ന് ഒന്ന് സംസാരിച്ച് ഒന്ന് കാര്യങ്ങൾ വല്ലാനും ഒരു ലെവലാക്കിയൊക്കെ പോകുന്ന ഒരു വേദിയായിട്ട് ഇതിനെ കണ്ടാൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് കാര്യം മനസ്സ് അങ്ങോട്ട് വിഷമതകളിൽ നിന്ന് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വയോജന ക്ലബ്ബുകൾ. ക്ലബ് പ്രസിഡന്റ് AO അന്തോണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, വാർഡ് മെമ്പർ ഷേർലി ജോയ്, KK അജയകുമാർ, ബിന്ദു ബാബു, അരവിന്ദാക്ഷൻ, തോമസ് കാച്ചപ്പള്ളി എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയത്തിലും നടത്തിവരുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഭാഗമായി പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ തയ്യാറാക്കിയ ഹ്രസ്വചിത്രം റിയൽ ഹീറോസ് എന്ന ഷോർട്ട് ഫിലിമിന് PJ ആന്റണി സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചു. ചിത്രകാരന്മാർ, ശില്പികൾ തുടങ്ങിയ കലാകാരന്മാർ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് തന്റെ സൃഷ്ടികൾ നിർമ്മിക്കുന്നത് എന്ന പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെ ഖണ്ഡിക്കുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. പ്രശസ്ത കലാകാരൻ ഡാവിഞ്ചി സുരേഷിന്റെ ജീവിതകഥ പ്രമേയമാക്കി ഷമീർ പതിയാശ്ശേരി തയ്യാറാക്കിയ ഹ്രസ്വചിത്രമാണ് പുരസ്കാരത്തിന് അർഹത നേടിയത്. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ നിർമ്മിച്ച ചിത്രത്തിൽ വിദ്യാലയത്തിലെ അധ്യാപകരും കുട്ടികളെയും കൂടാതെ ഡാവിഞ്ചി സുരേഷ്, ഷമീർ പതിയാശ്ശേരി, തൗഫീഖ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചിട്ടുണ്ട്. പുരസ്കാരം തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ സമ്മാനിച്ചു. കുട്ടികളെ, ഇന്നോളം ഒരു ലഹരിയും ഉപയോഗിക്കാതെയാണ് എൻ്റെ കലാജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ കലയാണ് എൻ്റെ ലഹരി. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളാവണം നിങ്ങളുടെ ലഹരി. ഉപ്പിക്ക് ഡാവിഞ്ചി സുരേഷിനെ അറിയില്ലേ? അറിയും. എന്താടാ? ആ ചേട്ടനെ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ വന്നിരുന്നു. ഉപ്പിനെക്കാട്ടിൽ എത്ര വലിയ കലാകാരനാണ് സുരേഷ് ചേട്ടൻ. ആ ചേട്ടന്റെ കലകൾ കണ്ട് അത്ഭുതപ്പെടാത്തവരാരുണ്ടാവില്ല. ഉപ്പിക്കറിയോ, ആ ചേട്ടൻ ഇന്നേ വരെ ഒരു ലഹരി ഉപയോഗിക്കാതാണ് ഇത്ര വലിയ കലാസൃഷ്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപ്പിക്ക് ലഹരി ഉപയോഗിക്കാതെ കഥകൾ ഉണ്ടാക്കാൻ പറ്റൂലേ? ഒരു ലഹരി ഉപയോഗിക്കാതെ കലാസൃഷ്ടികൾ ഉണ്ടാക്കുന്നവരല്ലേ യഥാർത്ഥ ഹീറോകൾ. നീയേ എന്റെ ചെല്ല്, അങ്ങോട്ട് പോയി പഠിച്ച്, അങ്ങോട്ട് പോ, ചെല്ല്. അവൻ്റെ ഒരു കണ്ടെത്തലേ.
അഴീക്കോട് മുനക്കൽ ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മാധവൻ മെമ്മോറിയൽ ചിത്രരചനാ മത്സരം നടത്തി. മത്സരത്തിൽ ജില്ലയിലെ 200ഓളം കുട്ടികൾ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി പങ്കെടുത്തു. കയ്പമംഗലം MLA E.T. ടൈസൺ ഉദ്ഘാടനം ചെയ്തു. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചിത്രകാരനായ കുട്ടി കൊടുങ്ങല്ലൂർ, ആർട്ടിസ്റ്റ് മാധവ മേനോൻ അനുസ്മരണ പ്രഭാഷണവും മുനക്കൽ ബീച്ച് ഫെസ്റ്റിവൽ ജനറൽ കൺവീനർ CN നസീർ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ, ആർട്ടിസ്റ്റ് ഉണ്ണി പിക്കാസോ, പോർട്ട് ഓഫീസർ ഡോക്ടർ കിരൺ, ബ്ലോക്ക് പ്രോജക്ട് ഓഫീസറായ NC പ്രശാന്ത്, NR രമേശ് ബാബു എന്നിവർ സംസാരിച്ചു. ചേരമാൻ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കരിയർ അവയർനെസ് ക്ലാസുകളുടെ ഉദ്ഘാടനം നടന്നു. മുഹമ്മദ് ആരിഫ് IPS ഉദ്ഘാടനം ചെയ്തു. ഈ അവസരത്തിൽ നമ്മൾ എന്തുകൊണ്ട് അത്തരം ഒറ്റപ്പെടലിന് വിധേയമാകുന്നു, അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾക്ക് വിധേയരാകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വിചിന്തനം ആവശ്യമാണ്. നമ്മൾ ഓരോ വ്യക്തികളും ഒരു വൃക്ഷത്തെ പോലെയാണ്. ഒരു വൃക്ഷത്തിൻ്റെ ഒരു നിലനിൽപ്പും അതിൻ്റെ വളർച്ചയും അതിൻ്റെ വേരുകൾ എത്രത്തോളം ദൂരവ്യാപകമായി അത് വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ തുടർന്ന് അതിൻ്റെ അപേക്ഷികമായിട്ടാണ് അത് നിലനിൽക്കുന്നത്. ഒരു കാറ്റിൽ അത് വീഴാതിരിക്കണമെങ്കിൽ അതിൻ്റെ വേരുപടലം വിസ്തൃതമായി വ്യാപിച്ചിരിക്കണം. താഴ്വേരുകളും അതുപോലെ തന്നെ ചുറ്റിലേക്കുള്ള മറ്റു വേരുപടലങ്ങളും. മഹല്ല് ജോയിന്റ് സെക്രട്ടറി നൌഷാദ് അധ്യക്ഷത വഹിച്ചു. അവയർനെസ് ക്ലാസിന് VHSC ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അരുൺ P. ശങ്കർ നേതൃത്വം നൽകി. CP അലിയാർ സന്ദേശം നൽകി. ഖത്തീബ് സലീം നദ്വി, അബ്ദുൽ അസീസ് നിസാമി, ഹൈദർ അലി, ഷഫീഖ്, അജീബ്, അബ്ദുറഹിമാൻ, അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് സുനൈസ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പള്ളി വെട്ടിക്കുഴി ഭാഗത്ത് ആനമല കൂട്ടുകൃഷി സ്വയം സഹായ സംഘത്തിന്റെ കൃഷി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കഴിഞ്ഞ 4 ദിവസമായി കാട്ടാനക്കൂട്ടം രാത്രിയിൽ കൃഷി സ്ഥലത്ത് കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുന്നു. റോഡിൽ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് KSRTC ബസിന് കുറുകെ കാർ നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുകയും താക്കോൽ ഊരിക്കൊണ്ടുപോവുകയും ചെയ്ത സംഭവത്തിൽ 3 പേരെ പോലീസ് പിടികൂടി. ഡ്രൈവറുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കേസ്. ആലപ്പനങ്ങാട് സാഹിബ് ജുമാ മസ്ജിദ് നടപ്പാക്കുന്ന ഭവനരഹിതരില്ലാത്ത മഹൽ എന്ന പദ്ധതിയുടെ 6ാമത്തെ വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. ചേരമാൻ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ അസീസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.